വഖഫ് ബില്ലിന്മേലുള്ള സുപ്രീം കോടതിയിലെ വാദം കേൾക്കൽ മെയ് 22-ാം തീയതിയോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഗവൺമെന്റിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഈ ബില്ലിലെ എല്ലാ ക്ലോസുകളെയും ന്യായീകരിച്ചുകൊണ്ട് തന്റെ ഭാഗം വ്യക്തമാക്കി. ഇതിനെ എതിർക്കുന്നവർക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകരായ കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയും രാജീവ് ധവാനും മറ്റു ചില മുതിർന്ന അഭിഭാഷകരും ഇന്നലെ ഭരണഘടനാ വിരുദ്ധത വ്യക്തമാക്കി ഈ വാദം കേൾക്കൽ കൺക്ലൂഡ് ചെയ്ത 22-ാം തീയതി വ്യാഴാഴ്ച പ്രധാനമായും ഇതിനെ എതിർക്കുന്ന അഭിഭാഷകരുടെ അവസാന ആർഗ്യുമെന്റുകളാണ് പ്രസന്റ് ചെയ്തത്. ഇതിന്മേൽ 22-ാം തീയതി നടന്ന കൗണ്ടർ ആർഗ്യുമെന്റ്സും അവസാന തീരുമാനവും എന്താണെന്ന് നമുക്ക് വ്യക്തമായി കാണാം. സത്യസന്ധമായ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മെയ് 21-ാം തീയതി ബുധനാഴ്ച സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സ്ഥാപിക്കാൻ ശ്രമിച്ചത് വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക മതത്തിന്റെ ഭാഗമല്ല, മറിച്ച് വെറും ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ് എന്നാണ്. വഖഫ് ഒരു ഇസ്ലാമിക കൺസെപ്റ്റ് ആണെങ്കിലും അവർ വളരെയേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ട് ഇസ്ലാമിന്റെ ഭാഗമായി കണക്കാക്കാൻ കഴിയില്ല എന്ന്. എന്നാൽ വിചിത്രം എന്ന് പറയട്ടെ, ഹിന്ദു എൻഡോവ്മെന്റുകൾ ഹിന്ദുമതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും പറയാൻ അദ്ദേഹം മടിച്ചില്ല. അതായത് ഹൈന്ദവരുടെ എൻഡോവ്മെന്റുകൾ ഹൈന്ദവ മതത്തിന്റെ ഭാഗമാണ്, എന്നാൽ വഖഫ് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത വെറും ഒരു ചാരിറ്റി കൺസെപ്റ്റ് ആണ് എന്ന്. ഇതിന്മേൽ വാദം പൂർത്തിയായ 22-ാം തീയതി വ്യാഴാഴ്ച പ്രധാനമായും ഈ ബില്ലിനെ എതിർക്കുന്നവരുടെ എതിർവാദങ്ങളാണ് കേട്ടത്. 22-ാം തീയതിയിലെ പ്രധാന വാദങ്ങൾ ഇങ്ങനെയായിരുന്നു. ആദ്യം ഇതിന്മേൽ സംസാരിക്കാൻ തുടങ്ങിയത് തുഷാർ മേത്തയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ട്രൈബൽ മുസ്ലിമുകൾ പ്രത്യേക കൾച്ചറൽ ഐഡന്റിറ്റി ഉള്ളവരായതിനാൽ അവരുടെ ഭൂമികൾ വഖഫ് ചെയ്യാൻ കഴിയില്ല. ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിക് പറഞ്ഞത്, അത് ശരിയാണ് എന്ന് തോന്നുന്നില്ല, ഇസ്ലാം എന്നത് ഇസ്ലാം തന്നെയാണ്, ഒരേ മതമാണ്. പിന്നീട് തുഷാർ മേത്ത പറഞ്ഞത്, ഒരു ട്രൈബൽ ഗ്രൂപ്പുകളോ വ്യക്തികളോ ഈ 2025-ലെ വഖഫ് ബില്ലിനെ എതിർത്തിട്ടില്ല. അപ്പോൾ സീനിയർ അഭിഭാഷകനായ ഹുസൈഫ അഹമ്മദി അറിയിച്ചു, ട്രൈബൽ ഗ്രൂപ്പുകളിൽ നിന്നും ഇതിനെതിരെ പെറ്റീഷൻസ് ഉണ്ട് എന്ന്. അപ്പോൾ തുഷാർ മേത്ത പറഞ്ഞത്, ഒരു വ്യക്തിക്ക് ഇത് ഇഷ്ടമല്ല എന്ന് കരുതി അയാൾ ആ കമ്മ്യൂണിറ്റിയെ മൊത്തം പ്രതിനിധാനം ചെയ്യുന്നില്ല. അതിനു മറുപടിയായി അഹമ്മദി പറഞ്ഞത്, ട്രൈബൽ കമ്മ്യൂണിറ്റികളിൽ നിന്നും ഇതിനെ എതിർത്തുകൊണ്ടുള്ള പെറ്റീഷൻസ് ഉണ്ട് എന്നാണ്. പിന്നീട് തുഷാർ മേത്ത 1995-ലെ വഖഫ് ബില്ലിനെ എതിർത്തുകൊണ്ടുള്ള പെറ്റീഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് ഗവായി പറഞ്ഞത്, അതിന്മേൽ ഞങ്ങൾ ഒരു വാദവും കേൾക്കുകയില്ല, അതിനെ എതിർത്തുകൊണ്ടുള്ള പെറ്റീഷനുകൾ അനുവദിക്കുകയില്ല എന്നാണ്. ഇതോടുകൂടി തുഷാർ മേത്ത തന്റെ വാദമുഖങ്ങൾ പൂർത്തിയാക്കി. പിന്നീട് BJP ഭരിക്കുന്ന രാജസ്ഥാൻ സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ രാജീവ് ദ്വിവേദി തന്റെ വാദങ്ങൾ ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞത്, വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക കൺസെപ്റ്റ് അല്ല, മറിച്ച് ഇത്തരമൊരു കൺസെപ്റ്റ് എല്ലാ മതങ്ങളിലും ഉണ്ട്. 1995-ലെ വഖഫ് ഭേദഗതി നിയമത്തിൽ ഇതിനുള്ള സമയപരിധി പൂർണ്ണമായി എടുത്തു കളഞ്ഞു. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പഴയ വഖഫ് ബൈ യൂസർ ഇപ്പോൾ സമയപരിധി ഇല്ലാതെ തുടർന്നുകൊണ്ട് പോവാം എന്നാണ്. ഇതിനെ എതിർക്കുന്നവർ പറയുന്നത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ ഇത് ബാധിക്കും എന്നാണ്. എന്നാൽ ഈ ആരാധനാലയ സംരക്ഷണ നിയമം വഴി എല്ലാ ആരാധനാലയങ്ങളുടെയും തൽസ്ഥിതി നിലനിർത്തണമെന്നാണ്. എന്നാൽ വഖഫ് ബൈ യൂസർ മാത്രം തുടർച്ചയായി വികസിച്ചു പോകുന്നു. പിന്നീട് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഈ 2025-ലെ നിയമത്തിലെ സെക്ഷൻ 3C കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഒരു ജില്ലാ അധികാരി ഒരു വഖഫ് പ്രോപ്പർട്ടി ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണോ എന്ന് അന്വേഷണം തുടങ്ങുന്നതോടുകൂടി ആ ഭൂമിയുടെ വഖഫ് സ്റ്റാറ്റസ് സസ്പെൻഡ് ചെയ്യും. ഇങ്ങനെ ഒരു ജില്ലാ അധികാരിയുടെ അന്വേഷണം ആ ഭൂമിയുടെ സ്റ്റാറ്റസ് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആയിത്തീരും. ഉദാഹരണത്തിന്, ഒരു ശ്മശാനം 100 വർഷമായി വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് വിചാരിക്കുക. സംസ്കരിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഒരു അന്വേഷണം തുടങ്ങുന്നതോടുകൂടി ഗവൺമെന്റിന് ഉടനെ തന്നെ പറയാൻ സാധിക്കും ആ ബെറിയൽ ഗ്രൗണ്ട് അവരുടേതാണെന്ന്. സമുദായം ഗവൺമെന്റിനോട് തങ്ങൾക്ക് ഒരു ശ്മശാന ഭൂമി വേണമെന്ന് പറയുന്നു. ഗവൺമെന്റ് അവർക്ക് ആ ഭൂമി അനുവദിച്ചു കൊടുക്കുന്നു. അത് 200 വർഷമായി അങ്ങനെ ഉപയോഗിക്കുന്നു. 200 വർഷങ്ങൾക്ക് ശേഷം ഗവൺമെന്റിന് ആ ഭൂമി വേണമെന്ന് തോന്നിയാൽ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ഇത് ഒരിക്കൽ ശ്മശാന ഭൂമിയായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് മതപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയാണ്. അദ്ദേഹം പിന്നീട് പറഞ്ഞു, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി നിരാകരിച്ച കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വോട്ടെടുപ്പ് നടന്ന ദിവസം ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്ഷൻ 3D,
3E അതായത് ആദിവാസികളെ വഖഫ് രൂപീകരിക്കുന്നതിൽ നിന്ന് വിലക്കുന്നത് എന്നിവ അങ്ങനെ വോട്ടെടുപ്പ് ദിവസം ഇതിൽ തിരികെ കയറ്റിയതാണ്. സെക്ഷൻ 3D പറയുന്നത് ഒരു വഖഫ് ഭൂമി പുരാതന സ്മാരകമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്മേൽ പിന്നീട് വഖഫിന് ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഇത് തങ്ങളുടേതാണ് എന്ന് അങ്ങനെ ഉടമസ്ഥാവകാശം പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നും സിബൽ ചോദിച്ചു. കേന്ദ്ര സർക്കാർ പറയുന്നത് വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അല്ല, ഒരു ചാരിറ്റിയാണ് എന്നാണ്. എന്നാൽ സിബൽ ഇത് ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് വാദിച്ചു. അപ്പോൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ചാരിറ്റി എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ഉള്ള കാര്യമാണ് എന്ന്. അതിന് സിബൽ മറുപടി പറഞ്ഞത് മറ്റ് മതങ്ങളിൽ ഉള്ളത് ദൈവത്തിന് സമർപ്പിക്കുന്നതല്ല, എന്നാൽ വഖഫ് എന്ന് പറയുന്നത് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. ഒരിക്കൽ വഖഫായി മാറിയാൽ പിന്നീട് അത് എപ്പോഴും വഖഫായി തന്നെ നിലനിൽക്കും എന്നാണ്. പിന്നീട് ഇതിനെ എതിർക്കുന്നവർക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ രാജീവ് ധവാൻ വാദിച്ചത് മുസ്ലിം സമുദായത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് വഖഫ്. അതിനാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വഖഫ് എന്ന് പറയുന്നത് ഒരു മുസൽമാന്റെ ജീവിതം മുഴുവനോടും സാമൂഹിക സാമ്പത്തിക രംഗത്തോടും ഇഴചേർന്ന് നിൽക്കുന്നതാണെന്ന്. പിന്നീട് മുതിർന്ന അഭിഭാഷകൻ മനു ഔഷേക് സിംഘിയും തന്റെ വാദങ്ങൾ നിരത്തി. അദ്ദേഹം പറഞ്ഞത് എല്ലാ മതപരമായ ബില്ലുകളിലും പറയുന്നത് ആ മതം പിന്തുടരുന്ന ആൾ എന്ന് മാത്രമാണ്. ഒരു ബില്ലുകളിലും പറയുന്നില്ല 5 വർഷമായി ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ആൾ എന്ന്. 5 വർഷമായി ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ആളിനെ വഖഫ് ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുന്നത് വലിയൊരു നൂലാമാലയാണ്. ഇസ്ലാം മതത്തിനോട് മാത്രമേ ഇങ്ങനെയൊരു വിവേചനം കാണിക്കുന്നുള്ളൂ. വേറെ ഒരു മതസ്ഥർക്കും ഇങ്ങനെയൊരു വിവേചനം ഒരു ബില്ലിലും ഉണ്ടായിട്ടില്ല. ഇതോടുകൂടി ഇതിനെക്കുറിച്ചുള്ള വാദം കേൾക്കൽ പൂർത്തിയായിരിക്കുകയാണ്. ഈ വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം വിധി പറയുന്നതിന് സമയം വേണമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. അതായത് ഈ വാദങ്ങളെല്ലാം വിശദമായി പരിശോധിക്കുന്നതിനും ആവശ്യമായ ചരിത്രപരമായ വിധികളും രേഖകളും പരിശോധിക്കുന്നതിനും സമയം വേണം. അതിനുശേഷം മാത്രമേ ഇതിൽ ഭരണഘടനാ വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് വ്യക്തമാവുകയുള്ളൂ. അതിനാലാണ് വിധി പറയുന്നതിനു വേണ്ടി ഇത് മാറ്റിവെച്ചത്. ഇതിന്മേലുള്ള അവസാന വിധി എന്താവുമെന്ന് കൃത്യമായി ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും വഖഫ് ബോർഡുകളിലേക്ക് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ നിയമിക്കുക, അതുപോലെ വഖഫ് ബൈ യൂസർ എന്നിവയെക്കുറിച്ച് ഈ ബില്ലിൽ കൊണ്ടുവന്ന ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ ഇതിനെ എതിർത്തുകൊണ്ട് ഹാജരായ അഭിഭാഷകർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനാൽ ആ 2 ക്ലോസുകളിലെങ്കിലും സർക്കാരിനെതിരെ വിധിയുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താങ്ക് യു.